ഹലോ. അങ്ങനെ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് കണ്ടിരിക്കുകയാണ്. മമ്മൂക്കിയുടെ ഏറ്റവും പുതിയ ചിത്രം ഗൗതം മേനോൻ ഡയറക്റ്റ് ചെയ്ത ചിത്രമാണ്. പുള്ളിക്കാരൻ്റെ മലയാളത്തിലെ ആദ്യത്തെ ഡയറക്ഷൻ ചെയ്ത പടമാണ്. അപ്പോൾ ഈ പടം ട്രെയിലറിൽ കണ്ട പോലെ തന്നെയാണ്. ഒരു പേഴ്സ് കളഞ്ഞിട്ടും അപ്പോൾ ആരുടെയാണെന്ന് അന്വേഷിക്കാൻ ഇറങ്ങുന്ന നായകൻ. മമ്മൂക്ക ഇതിൽ ചെയ്തിരിക്കുന്ന ഒരു CI ഡൊമിനിക് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. ഒരു ഡിറ്റക്റ്റീവ് ഏജൻസി നടത്തുന്ന, പണ്ട് പോലീസ് പ്രവർത്തിച്ചിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ. അദ്ദേഹം അതിനുശേഷം ഒരു ഡിറ്റക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന. ആദ്യം തന്നെ പറയാം, ഇത് ഒരു പതിഞ്ഞ താളത്തിൽ പോകുന്ന ഒരു പടമാണ്. ഇതിനൊരു ഹൈ മൊമെന്റ് ഒന്നും അങ്ങനെ ഒന്നുമില്ല. ഫ്ലാറ്റ് ആണ് പടം. ത്രൂ ഔട്ട് സ്റ്റാർട്ടിങ് ടു എൻഡ് വരെ ഒരു ഫ്ലാറ്റ് ആയിട്ടാണ് പോകുന്നത്. ഒരു ഹൈ മൊമെന്റ് ഒന്നും പടത്തിന് തരാനായിട്ട് സാധിച്ചിട്ടില്ല. എനിക്ക് പേഴ്സണലി ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആണ് ഈ പടം കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. ഒരുപാട് ഹൈ മൊമെന്റ്സ് അങ്ങനത്തെ ഒന്നുമില്ല. പിന്നെ കുറച്ചധികം കോമഡീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടിങ്ങനെ ചിരിച്ചൊക്കെ ഇരുന്ന് ഇങ്ങനെ പോകാൻ പറ്റുന്ന ഒരു പടം. പിന്നെ ഈ പടത്തിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് വന്ന് പോകുന്നുണ്ട്. ചെറിയ ചെറിയ റോളിലൊക്കെ ആയാലും ഒരുപാട് പേര് വന്ന് പോകുന്നുണ്ട്. മ്യൂസിക്കിനൊന്നും വലിയൊരു ഇമ്പോർട്ടൻസ് ഒന്നും കൊടുത്തിട്ടില്ല എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. ഒരു ഇമ്പാക്റ്റ് തരുന്ന, ഒരു രസം തരുന്ന അങ്ങനത്തെ ഒരു മ്യൂസിക്കൊന്നും അല്ല. ഒരു പാട്ടുണ്ടായിരുന്നു, അത് ഒരു വലിയ ഓണമൊന്നും ഇല്ലാത്തൊരു പാട്ട്. പിന്നെ സ്റ്റോറി നമ്മൾ ഫ്രഷ്നെസ് ഒന്നും ഇല്ലാത്ത, കണ്ടിട്ടുള്ളതൊക്കെ തന്നെയാണ്. പ്രത്യേകിച്ച് പുതിയമുള്ള കഥ അങ്ങനെയൊന്നുമല്ല. നമ്മൾ കണ്ടിട്ടുള്ളതൊക്കെ തന്നെയാണ്. പല പല സിനിമയിലൊക്കെ പണ്ട് കണ്ടിട്ടുള്ള ഐറ്റം തന്നെയാണ്. ഒന്ന് മിനുക്കിയൊക്കെ ചെയ്തിരിക്കുന്നു എന്നേ ഉള്ളൂ. പിന്നെ ഒരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രഡിക്റ്റബിൾ ആണ്, എന്നാലും വലിയ ഈസി ആയിട്ട് പ്രഡിക്റ്റബിൾ ഒന്നുമല്ല. കുറച്ച് കോംപ്ലിക്കേറ്റഡ് രീതി തന്നെയാണ് കാണിച്ചു പോകുന്നത്. എന്നാലും ഭയങ്കര എൻഗേജിങ് ഉള്ള ഒരു തരത്തിലൊന്നും അല്ല പടം പോകുന്നത്. കുറച്ച് നല്ല ലാഗൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ചൊന്നും അല്ല, കുറച്ച് ലാഗൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം പടം ത്രൂ ഔട്ട് ഫ്ലാറ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ലാഗ് ഫീൽ ചെയ്യുന്നത്. ഒരു ഹൈ മൊമെന്റ്സും അങ്ങനത്തെ നമ്മളെ പിടിച്ചിരുന്ന എൻഗേജിങ് അങ്ങനത്തെ സീറ്റ് എഡ്ജിങ് ത്രില്ലറുണ്ട്. ആ ഒരു മൂഡിലൊന്നും അല്ല പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ലാഗും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നത്. എന്നിരുന്നാലും ഓവറോൾ ഒരു മോശം പടമല്ല. എന്നിരുന്നാലും ഒരു ഗംഭീര പടം അങ്ങനെ പറയാനും പറ്റുന്ന ഒരു പടമല്ല. ഒരു ആവറേജ് പടം. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. അപ്പം നിങ്ങളുടെ അഭിപ്രായം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പം അത്രേ ഉള്ളൂ. ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്.